ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 20 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 21-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദൻ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, സത്യവിശ്വാസികൾക്കിടയിൽ നീചവൃത്തികൾ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വേദനാജനകമായ ശിക്ഷയുണ്ട്, ഇഹലോകത്തും പരലോകത്തും. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ അള്ളാഹു കൃപാലുവും കരുണാനിധിയും ആയിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു. ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്നർത്ഥം കിട്ടും. അല്ലസീന ആമനു, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, സത്യവിശ്വാസികൾ. അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്ന് ചേരുമ്പോൾ അതൊരു വിളിക്കലായിട്ട് മാറും. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാനുള്ള പദമാണ്. അപ്പോൾ യാ അയ്യുഹല്ലസീന ആമനു, സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ, വിശ്വാസികളെ. ലാ തത്തബിഉ, ഇത്തബാ എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നാണ്. ഇത്തിബാ നമ്മൾ കേട്ട് പരിചയമുള്ള പദമാണല്ലോ, ഇത്തിബാ റസൂൽ, റസൂലിനെ പിൻപറ്റൽ. അപ്പോൾ ഇത്തബാ പിൻപറ്റി, തത്തബിഉ നീ പിൻപറ്റും, നീ പിൻപറ്റുന്നു. തത്തബിഊന നിങ്ങൾ പിൻപറ്റും, നിങ്ങൾ പിൻപറ്റുന്നു. ലാ തത്തബിഊ നിങ്ങൾ പിൻപറ്റരുത്. ഖുതുവാത്തി ശൈത്വാനി, ഖുതുവത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുതുവാത്ത്, കാൽപ്പാടുകൾ, കാലടികൾ എന്നർത്ഥം. അശൈത്വാനി പിശാജിൻ്റെ, ഖുതുവാത്തി ശൈത്വാനി പിശാജിൻ്റെ കാലടികളെ. വമൻ യത്തബിഉ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല, ഇനി എന്നുള്ള അർത്ഥം വേണമെങ്കിൽ കൊടുക്കാം. മൻ ആരാണോ, യത്തബിഉ ഇത്തബഅ പിൻപറ്റി, യത്തബിഉ പിൻപറ്റും, പിൻപറ്റുന്നു. മൻ എന്ന് വരുമ്പോൾ മൻ യത്തബിഉ എന്നായിട്ട് മാറും. ആർ പിൻപറ്റുന്നുവോ. ഖുതുവാത്തി ശൈത്വാനി പിശാജിൻ്റെ കാലടികളെ, പിശാജിൻ്റെ കാൽപ്പാടുകളെ. ഫ ഇന്നഹു, ഫ അപ്പോൾ, ഇന്ന തീർച്ചയായും, ഹു അവൻ, അപ്പോൾ തീർച്ചയായും അവൻ, യഅ്മുറു അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കും, കൽപ്പിക്കുന്നു. ഫ ഇന്നഹു യഅ്മുറു അപ്പോൾ തീർച്ചയായും അവൻ കൽപ്പിക്കും. ബിൽ ഫഹ്ശാഇ, ഫഹ്ശാ എന്ന് പറഞ്ഞാൽ നീചവൃത്തി, മോശമായ കാര്യം, വളരെ തെറ്റായ കാര്യം. ബിൽ ഫഹ്ശാഹി നീചവൃത്തിക്ക് അല്ലെങ്കിൽ ദുർവൃത്തിക്ക്. വൽ മുൻകർ, മുൻകർ എന്ന് പറഞ്ഞാൽ ദുരാചാരം അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയ കാര്യം. വൽ മുൻകരി, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. വൽ മുൻകരി ദുരാചാരത്തിനും അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യങ്ങൾക്കും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതേ സൂറത്തിൽ നമ്മൾ പല പ്രാവശ്യം കേട്ട് പരിചയമുള്ളതാണ്. വലൗലാ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും. ഇത്രയും ഭാഗം നമുക്ക് പരിചയമുള്ളതാണ്. മാ സക്ക, സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായി അല്ലെങ്കിൽ പരിശുദ്ധപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ മാ വരുമ്പോൾ അത് നിഷേധിക്കുന്ന രൂപത്തിലാണ് വരിക, അങ്ങനെ ആയില്ല എന്നുള്ള രൂപത്തിൽ. മാ സക്ക പരിശുദ്ധപ്പെടുമായിരുന്നില്ല. മിൻകും നിങ്ങളിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കും നിങ്ങൾ, മിൻകും നിങ്ങളിൽ നിന്ന്. മിൻ അഹദിൻ, മിൻ ഇവിടെ അർത്ഥം തന്നെ, അഹദിൻ ഒരാളും, മിൻ അഹദിൻ ഒരാളും തന്നെ. അബദൻ ഒരിക്കലും, അബദൻ എന്നുള്ളതിന് എല്ലായ്പ്പോഴും എന്നുള്ള അർത്ഥമുണ്ട്, ഒരിക്കൽ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഒരിക്കൽ എന്നുള്ള അർത്ഥം. അപ്പോൾ നിങ്ങളിൽ നിന്നും ഒരാളും തന്നെ ഒരിക്കലും
വലാക്കിന്നല്ലാഹ, വലാക്കിന്ന പക്ഷേ, അല്ലെങ്കിൽ എങ്കിലും, അല്ലെങ്കിൽ എന്നാൽ, വലാക്കിന്നല്ലാഹ എന്നാൽ അള്ളാഹു, യുസക്കി, സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കി എന്നാണ്. നേരത്തെ നമ്മൾ സക്ക എന്ന് പറഞ്ഞു, പരിശുദ്ധമായി. സക്ക എന്നാകുമ്പോൾ പരിശുദ്ധമാക്കി. അതിൻ്റെ മുതാരിയാണ് യുസക്കി, പരിശുദ്ധമാക്കും. അപ്പോൾ എന്നാൽ അള്ളാഹു യുസക്കി, അവൻ പരിശുദ്ധമാക്കും, മൈ യശാ ഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ. ഷാ അ ഉദ്ദേശിച്ചു, യശാ ഉ ഉദ്ദേശിക്കും, മൻ യശാ ഉ ഉദ്ദേശിക്കുന്നവൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ ഇവിടെ യുസക്കി, അള്ളാഹു പരിശുദ്ധമാക്കും അല്ലെങ്കിൽ പരിശുദ്ധമാക്കുന്നു, മൈ യശാ ഉ അവൻ ഉദ്ദേശിക്കുന്നവരെ. വല്ലാഹു, അവിടെ തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. വല്ലാഹു, അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. സമീഉൻ, സമീഅ എന്ന് പറഞ്ഞാൽ കേട്ടു, സമീഉൻ വളരെയധികം കേൾക്കുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. അലീമുൻ, അലീമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, അലീം എല്ലാം അറിയുന്നവൻ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, സത്യവിശ്വാസികളെ നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്വാനി, ആരെങ്കിലും പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുകയാണെങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അപ്പോൾ തീർച്ചയായും അവൻ, അതായത് പിശാച്, ദുർവൃത്തിക്കും ദുരാചാരത്തിനും വേണ്ടി കൽപ്പിക്കും. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദൻ, ഒരിക്കലും നിങ്ങളിൽ ഒരാളും തന്നെയും പരിശുദ്ധപ്പെടുമായിരുന്നില്ല. വലാക്കിൻ അള്ളാഹ യുസക്കി മൻ യശാഉ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധപ്പെടുത്തുന്നു. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. വിശദീകരണത്തിലേക്ക് പോകാം. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗ്രന്ഥമല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മുഴുവൻ മനുഷ്യർക്കും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്, മുഴുവൻ മനുഷ്യരും നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എല്ലാ ജനങ്ങൾക്കുമുള്ള ഗ്രന്ഥമാണ്. പക്ഷേ അതിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അതിനെ അംഗീകരിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലുള്ള കൽപ്പനകൾ പല രൂപത്തിലും കാണാൻ പറ്റും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും പറയുന്ന കാര്യങ്ങൾ കുറേ കാണാൻ പറ്റും. എന്നാൽ സത്യവിശ്വാസികളോട് മാത്രമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ടാവും. കാരണം വിശ്വസിച്ച ആളുകളോട് പ്രത്യേകമായി പറയേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറയും. ഇവിടെ ഈ പറയുന്ന കാര്യം, ഈ ആയത്തിൽ പറയുന്ന കാര്യം സത്യവിശ്വാസികളോട് പ്രത്യേകമായി വിളിച്ച് പറയാണ്, സത്യവിശ്വാസികളെ. അപ്പോൾ സത്യവിശ്വാസികൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്താണ് അള്ളാഹു പറയുന്നത്? ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. നോക്കൂ, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത് എന്നാണ് പറഞ്ഞത്, പിശാചിനെ പിൻപറ്റരുത് എന്നല്ല. കാരണം പലപ്പോഴും പിശാച് നേരിട്ട് വന്ന് മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ തോന്നിപ്പിക്കും, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രേരണ ഉണ്ടാക്കും. എന്നാൽ ആ പിശാച് ചെയ്തു കൂട്ടിയ ചില കാൽപ്പാടുകൾ ഇവിടെ ബാക്കിയാക്കിയിട്ട് ചിലപ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചില തെറ്റുകളൊക്കെ മുമ്പുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടാവും, പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് ചില തെറ്റുകളിലൂടെയൊക്കെ ചില ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. ആ മാർഗം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൂടെ നമ്മൾ സഞ്ചരിക്കരുത്, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. പിശാച് ഇവിടെ ചെയ്തു കൂട്ടി, അല്ലെങ്കിൽ പിശാച് ആളുകളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു, ആ തെറ്റ് ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം, ആ തെറ്റ് ചെയ്യാനുള്ള വഴികൾ, അതിൻ്റെ മാർഗം ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ പോലും നിങ്ങൾ പോവരുത്, ആ തെറ്റിലേക്ക് നിങ്ങൾ പോവരുത്. അപ്പോൾ പിശാച് നേരെ നമ്മളെ വന്ന് തെറ്റിനെ പ്രേരിപ്പിക്കുക മാത്രമല്ല, ഇവിടെയുള്ള തെറ്റായ വഴികൾ പലതും ഉണ്ടാവും, ആ വഴികളൊന്നും തന്നെ നിങ്ങൾ സ്വീകരിക്കരുത്. മാത്രമല്ല അള്ളാഹു പറയാണ്, ഇനി വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, ആരെങ്കിലും ആ ഒരു പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റാൻ തീരുമാനിച്ചാൽ, ആരെങ്കിലും പിശാചിൻ്റെ ആ ഒരു പാത തിരഞ്ഞെടുത്താൽ, അത് പിൻപറ്റാൻ തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക? ഫഇന്നഹു, അപ്പോൾ അവൻ, തീർച്ചയായും അപ്പോൾ അവൻ, ആര്? പിശാച്, യഅ്മുറു, അവൻ കൽപ്പിക്കും, ആ പിശാച് കൽപ്പിക്കും,
ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തിക്കും അതേപോലെ ദുരാചാരത്തിനും വേണ്ടി കൽപ്പിക്കും. അത് രണ്ടും ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പാത പിൻപറ്റിക്കഴിഞ്ഞാൽ പിശാചിൻ്റെ പാത, അല്ലെങ്കിൽ പിശാച് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ആ തെറ്റ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും ചിലപ്പോൾ കാണൂല. അവർക്കതിൽ പല ന്യായീകരണവും തോന്നും. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലോ ചെയ്യുന്നത്, എത്ര ആളുകൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാത്രം നന്നായിട്ട് ഇപ്പോൾ എന്താ കാര്യം, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഞാനായിട്ട് എന്തിനാ അത് ചെയ്യാതിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല ന്യായീകരണങ്ങളും തോന്നും. പലപ്പോഴും പിശാച് ചെയ്യിപ്പിക്കുന്നത്, നമുക്ക് തോന്നിപ്പിക്കുന്നത് ചില കാര്യങ്ങളെയൊക്കെ അത് വളരെ ഭംഗിയാക്കി തോന്നിപ്പിക്കും, ചിലതൊക്കെ നമുക്ക് കുറച്ച് സുഖമാക്കി തോന്നിപ്പിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സിൽ തെറ്റ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടെങ്കിലും അത് ആവർത്തിക്കുന്ന സമയത്ത് പിന്നീട് ആ ഒരു വിഷമമൊക്കെ പോവും. പല ആവർത്തി ഒരേ തെറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് വലിയൊരു പ്രശ്നമൊന്നും മനസ്സിൽ തോന്നൂല ആ തെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ പിശാചിന് അടിമപ്പെടുകയാണ്. നമ്മളുടെ മനസ്സിൽ പിശാച് കുതന്ത്രം ഉണ്ടാക്കുന്നത് ഒന്നുകിൽ നേരെ നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമ്മളോട് ആ തരത്തിൽ തോന്നലുകൾ ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കാം. അതൊക്കെ നല്ലത് തന്നെയാണ്, അതൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമില്ലേ അതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലേ, എന്താ ഇപ്പം ഞാനും അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയും വരാം. നമ്മളെ പരിചയമുള്ള മറ്റൊരാൾ വന്നിട്ട് നമ്മളോട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ അയാളിലൂടെ പിശാച് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അയാളോട് പിശാച് കുതന്ത്രങ്ങൾ പറഞ്ഞ് അയാളെ വഴിതെറ്റിച്ച്, അപ്പോൾ അയാൾ നമ്മളെയും കൂടെ വഴിതെറ്റിക്കുകയാണ്. അപ്പോൾ അയാൾ പിശാചിൻ്റെ രൂപത്തിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിശാചിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വേഷം കെട്ടി വന്നു എന്നല്ല, അയാൾ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളിലൂടെ പിശാച് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ആരും ആവാം, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ. പലപ്പോഴും സുഹൃത്തുക്കൾ പല ആളുകളെയും നല്ല രൂപത്തിലാക്കാറുണ്ട്, വഴിപിഴച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. വഴിപിഴച്ച രൂപത്തിലേക്കാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിശാച് ആ സുഹൃത്തുക്കളിലൂടെ നമ്മളെ അങ്ങോട്ട് വലിക്കുന്നു എന്നർത്ഥം. ചിലപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. അതൊക്കെ പിശാച് അവരിലൂടെ നമ്മളെ തെറ്റുകളിലേക്ക് വലിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആരെങ്കിലും ആ ഒരു പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റിയാൽ, കാലടികൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ആ പിശാച് നിർദ്ദേശിക്കുന്ന ഏത് തരം തെറ്റും ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ എന്നർത്ഥം. അല്ലെങ്കിൽ പിശാച് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തെറ്റുകളുടെ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ പിശാചിന് സന്തോഷമായി. പിശാച് നമ്മളെക്കൊണ്ട് നീചവൃത്തികൾ ചെയ്യിപ്പിക്കും, ദുരാചാരങ്ങൾ ചെയ്യിപ്പിക്കും, അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാം, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും എങ്ങാനും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദൻ, നിങ്ങളിൽ ഒരാൾക്കും ഒരിക്കലും പരിശുദ്ധമാകാൻ സാധിക്കൂല. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളെക്കൊണ്ട് ഒറ്റക്കൊന്നും ഒരിക്കലും ഈ പിശാച് ഇത്തരം കുതന്ത്രങ്ങൾ മെനയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പരിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കൂല. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൂടെ ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ എന്ന് അള്ളാഹു നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നു. അങ്ങനെ അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിച്ചു, അനുഗ്രഹം കാണിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഏതൊക്കെ തെറ്റ് ഏതൊക്കെ ശരിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പിശാച് വരും, നിങ്ങളെ തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, തെറ്റായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കും എന്ന കാര്യം അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷ അങ്ങനെയാണ്, ചോദ്യപേപ്പർ മുൻകൂട്ടി തരികയാണ്. അപ്പോൾ പിശാച് നിങ്ങളെ ഇങ്ങനെയൊക്കെ വഴിപിഴപ്പിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റും, അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കിട്ടിയതുകൊണ്ടാണ് എനിക്ക് പിശാചിൻ്റെ ആ ഒരു പിടിച്ചുവലിയിൽ നിന്ന്, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് പറയാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഈ ഒരു സൂറത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഇല്ലാത്ത
കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി അവിശ്വാസികൾ, മുനാഫിക്കുകൾ അവർ നല്ലൊരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോൾ അതിൽ മുസ്ലിങ്ങൾ പോലും പെട്ടുപോയി. അവരും അതിൽ ചേർന്ന് പോയി. അവരും ആ ഒരു പ്രചാരണത്തിൽ പങ്കെടുത്തു. അപ്പോൾ പിശാച് ആ സത്യവിശ്വാസികളെപ്പോലും ആ പിശാചിൻ്റെ മാർഗത്തിലേക്ക് ദുർബോധനത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നല്ല വിശ്വാസികളൊക്കെ ആയിരിക്കും, പക്ഷേ ഏത് സമയത്തും പിശാച് നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിൽ നമ്മളെ ദുർബോധനം നടത്തി തെറ്റുകളിലേക്ക് കൊണ്ടുപോവാം. വലാക്കിൻ അല്ലാഹ യുസക്കി മയ്യഷാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധപ്പെടുത്തുന്നു. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അള്ളാഹുവിന് താല്പര്യമുള്ള ആളുകളെയൊക്കെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ പരിശുദ്ധപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നല്ല രൂപത്തിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലേ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അതായത് അള്ളാഹുവിന് നമ്മുടെ മനസ്സ് കൃത്യമായിട്ടറിയാം. അള്ളാഹു നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് പിശാച് ചെയ്യുക, എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോവുക, എങ്ങനെയാണ് ദുർബോധനം ഉണ്ടാക്കുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അത് പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്, അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം കേട്ട് എനിക്ക് ആ ഒരു പിശാചിനെ എതിർക്കണം, എനിക്ക് നാളെ സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ പാതയാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്ന രൂപത്തിൽ മനസ്സുകൊണ്ട് ഉറച്ച് ആ ഒരു സത്യവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളെയാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ, അവരെയാണ് അള്ളാഹു ഉദ്ദേശിക്കുക. അത്തരം ആളുകളെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തും. അതേസമയത്ത് ചില ആളുകൾ അവർ ആദ്യമേ തീരുമാനിക്കും, ഇപ്പോൾ ഇത്തരം തെറ്റുകളൊക്കെ ചെയ്തങ്ങ് ജീവിച്ച് മരിക്കാം, അത് ഈ ലോകത്ത് കുറേ ഇത്തരം സുഖങ്ങളൊക്കെ കിട്ടാതെ ജീവിച്ച് മരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അവർ പിശാചിന് അടിമപ്പെടുകയാണ്. മാത്രമല്ല അവർക്ക് ഈ ലോകത്തുള്ള സുഖങ്ങൾ ഒഴിവാക്കിയിട്ട് വേറൊന്നും വേണ്ട. ഇത് ഒഴിവാക്കാൻ അവർ തയ്യാറല്ല. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ അത് കാത്തു സൂക്ഷിക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് ഈ ലോകത്ത് സുഖിക്കണം, തെറ്റുകളൊക്കെ ചെയ്യണം. അങ്ങനെയുള്ളൊരു തീരുമാനം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളെ നിർബന്ധപൂർവം സന്മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നില്ല അള്ളാഹു. എല്ലാവർക്കും അള്ളാഹു നന്മയും തിന്മയും പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആരാണോ അള്ളാഹു പറയുന്നത് അംഗീകരിക്കാൻ മനസ്സ് കാണിക്കുന്നത് അത്തരം ആളുകളെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തും. അതിനുള്ള അവർക്ക് പരിശുദ്ധ രൂപത്തിൽ ജീവിക്കാനുള്ള മാർഗവും വഴിയും അള്ളാഹു തുറന്നു കൊടുക്കും എന്നർത്ഥം. വല്ലാഹു സമീഉൻ അലീം, കാരണം അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ആ എല്ലാ കാര്യങ്ങളും അറിവുള്ള ആ അള്ളാഹു നമ്മളുടെ മനസ്സും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളും എല്ലാം അറിയും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു ആരൊക്കെയാണ് പരിശുദ്ധപ്പെടുത്തേണ്ടത്, ആർക്കൊക്കെയാണ് പരിശുദ്ധമായ മാർഗത്തിലേക്ക് വഴി തുറന്നു കൊടുക്കേണ്ടതെന്ന് അള്ളാഹുവിനറിയാം. അതല്ല എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്, എനിക്ക് ഈ തെറ്റുകളൊക്കെ ചെയ്യണം, എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഏതൊക്കെ തരത്തിലുള്ള നല്ലതുകൾ കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു സുഖങ്ങളൊക്കെ സുഖിച്ചുകൊണ്ട് ഈ തെറ്റിൻ്റെ വഴി തന്നെ എനിക്ക് വേണം എന്നൊരാളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതുവഴിയിലേക്ക് ഒരാൾ നീങ്ങുകയാണെങ്കിൽ അവരെ നിർബന്ധിച്ച് ഈ ഒരു സന്മാർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരില്ല എന്നർത്ഥം. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, യാ എന്നുള്ള നീട്ടലിന് ശേഷം അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നു. യാ അയ്യുഹ എന്ന് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ പദമെന്ന് തോന്നുമെങ്കിലും അത് രണ്ട് വ്യത്യസ്ത പദങ്ങളാണ്. യാ എന്നുള്ളത് വേറെ, അയ്യുഹ വേറെ. അപ്പോൾ മദ്ദും ഹംസയും വന്നത് വ്യത്യസ്ത പദങ്ങളിലാണ്, അടുത്തടുത്താണ്. അങ്ങനെ മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ വന്നാൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണെന്ന് പറയാം. അപ്പോൾ യാ അയ്യുഹ, അയ്യുഹല്ലദീന എന്നെടുത്തു കഴിഞ്ഞാൽ അയ്യുഹ എന്നുള്ളതിൻ്റെ ഒരു നീട്ടലുണ്ട്, അയ്യുഹ. അതിനുശേഷം അല്ലദീനയുടെ തുടക്കത്തിൽ ഹംസത്തു വസില. അപ്പോൾ അയ്യുഹ എന്നുള്ളതിൻ്റെ ആ ഒരു നീട്ടലിന് ശേഷം ഹംസത്തു വസിൽ വന്നു. അങ്ങനെ മദ്ദിന് ശേഷം ഹംസത്തു വസിൽ വന്നാൽ മദ് നഷ്ടപ്പെടും. അതുകൊണ്ട് അവിടെ അയ്യുഹ എന്ന് നീട്ടൂല, അയ്യുഹ എന്നേ പറയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ. ഷെയ്ത്താൻ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ ഷെയ്ത്താനി വമൻ അങ്ങനെ ഓതിപ്പോയാൽ മതി. അവിടെ നിർത്തുകയാണെങ്കിൽ ആ ഷെയ്ത്താൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂനിട്ടിട്ട് നിർത്തണം. അങ്ങനെ സുക്കൂനിട്ട് നിർത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള താ എന്നുള്ള നീട്ടലിന് വേണമെങ്കിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് മദ്ദ് ആര്യതായിട്ട് മാറും. അപ്പോൾ ഖുതുവാത്തി ഷെയ്ത്താൻ.
വമയ്യത്തബിയൾ അവിടെ മൻ സുക്കൂനിലെ നൂന് വന്നു, ശേഷം യത്തബിയൾ യാ വന്നു. അപ്പോൾ യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബി ഗുന്ന. അപ്പോൾ വമൻ എന്ന് പറയില്ല, വമയ്യത്തബിയൾ വമയ്യത്തബിയ. ഖുതുവാത്തി ഷൈത്വാനി ഫഇന്നഹു നൂനിൻ്റെ ശബ്ദ മണിക്കുക. ഹു ആ ഒരു ഹാ ഉലമീറിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, കാരണം അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. യഅ്മുറു ബിൽ ഫഹ്ശാഇ ഷാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു, രണ്ടും ഒരേ പദത്തിലാണ്. ഒരേ പദത്തിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ ആ ഒരു സ്ഥലത്ത് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ ബിൽ ഫഹ്ശാഇ വൽ മുൻകർ അവിടെ സുക്കൂണിലെ നൂന് ശേഷം കാഫ് വന്നു, അല്ലെങ്കിൽ കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു. ആ സുക്കൂണിലെ നൂനെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ മുൻ എന്ന് പറയില്ല, മുൻകർ. ആ നൂനിനെ അവ്യക്തമാക്കിയിട്ടാണ് പറയാം, മുൻകർ. അതിനുശേഷം അവിടെ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. നിർത്തുകയാണെങ്കിൽ ആ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തണം. അപ്പോൾ മുൻകർ അവിടെ എന്നുള്ള ഉച്ചാരണത്തിൽ നിർത്തും. നിർത്താതെ ഓതുകയാണെങ്കിൽ മുൻകരി അവിടെ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കും, കാരണം ചേർത്തി ഓതുമ്പോൾ ആ കസറിനെ ഉച്ചരിച്ച് പോവും. അവിടെ നിർത്തുകയാണെങ്കിൽ ആ റാഇന് സുക്കൂനിടും. അപ്പോൾ മുൻകർ. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു അവിടെ ഹ ഉലമീറിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. മാ സക്ക മിൻകും കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. മിൻ എന്ന് പറയില്ല, മിൻകും. മിൻകും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂണിലെ മീമാണ്, ശേഷം മിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ. ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂണിലെ മീമ് വന്നാൽ രണ്ട് മീമിനെയും കൂടെ ഷദ്ദുള്ള മീമാക്കിയിട്ട് ഉച്ചരിക്കണം, മണിക്കണം. അപ്പോൾ മിൻകും മിൻ. മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂണിലെ നൂന്, ശേഷം ഹംസയാണ്. അപ്പോൾ സുക്കൂണിലെ നൂന് ശേഷം ഹംസ വന്നു, ഇൽഹാറാണ് നിയമം. അവിടെ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത്തരം ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ സുക്കൂണിലെ നൂന് എഴുതുമ്പോൾ ആ ഒരു നൂനിൻ്റെ പുള്ളിക്ക് പുറമേ സുക്കൂനിൻ്റെ അടയാളവും കൊടുത്തിട്ടുണ്ടാവും. മിൻ അഹദിൻ. അഹദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ സുക്കൂന് വന്ന പോലെ തന്നെ ഹംസയുടെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നു കഴിഞ്ഞാൽ ഇൽഹാറാണ്. അപ്പോൾ ഇവിടെയും ഇൽഹാറാണ് നിയമം. അഹദിൻ അഹദിൻ ആ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത്തരം സന്ദർഭങ്ങളിൽ കസ്ർ തൻവീനും ഫത്ത് തൻവീനും ഒക്കെ എഴുതുമ്പോൾ രണ്ട് വരകൾ ഒന്നൊന്നിന് താഴെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇൽഹാറാണ്. അപ്പോൾ അഹദിൻ അബദൻ. അബദൻ എന്നുള്ളിടത്ത് തൻവീന് വന്നു, അതിനുശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബി ഗുന്ന. അപ്പോൾ അബദാവ അബദാവ. വലാക്കിന്ന നൂനിൻ്റെ ശബ്ദ മണിക്കുക. വലാക്കിന്നല്ലാഹ യുസക്കി മൈ യശാഉ. മൈ യശാഉ എന്നുള്ളിടത്ത് യാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബി ഗുന്ന. അപ്പോൾ മൈ യശ മൈ യശ. അവിടെ യശാ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഖലി കാണാം, ഖാഫും ലാമും. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, പക്ഷേ നിർത്തലാണ് ഏറ്റവും നല്ലത്. സ്വിലിയുടെ നേരെ വിപരീതം. സ്വിലി എങ്ങനെ പറയാം? പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതലാണ് നല്ലതെന്നല്ലേ പറയാം. പക്ഷേ ഖലി വന്നാൽ, ഖാഫുൽ ലാമു വന്നാൽ നിർത്തലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് പോവുക. അപ്പോൾ യശാ അവിടെ ഹംസക്ക് സുക്കൂൻ ഇട്ടിട്ട് വേണം നിർത്താൻ. യശാ ഊ എന്നാണ്, പക്ഷേ നിർത്തുമ്പോൾ അവിടെ സുക്കൂനാക്കിയിട്ട് യശാ എന്ന രൂപത്തിൽ സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. ഇനി അഥവാ നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോയാൽ മതി. ഇനി അവിടെ നിർത്തുമ്പോൾ ആ ഹംസക്ക് സുക്കൂൻ ഇടുമ്പോൾ ആ യശാ എന്നുള്ള നീട്ടലിനെ വേണമെങ്കിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, മദ്ദുകാരികളായിട്ട് മാറും. ഇനി അതല്ല, അവിടെ പാരായണം നിർത്താതെ പോവുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഷാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു, ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്ത് വന്നു. അത് മദ് മുത്തസിലാണ്, 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിലും അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം എന്തായാലും വേണം. ഇനി നിർത്താതെ പോവുകയാണെങ്കിലും അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നിർബന്ധമായിട്ടും വേണം. നിർത്തുമ്പോൾ ആ 4-5 എന്നുള്ളത് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നർത്ഥം. വല്ലാഹു സമീഉൻ അലീം. സമീഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, അവിടെ വെളിവാക്കണം. അപ്പോൾ സമീഉൻ അൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അലീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദൻ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ നിങ്ങൾ പിൻപറ്റരുത്. എന്തിന്? ഖുതുവാത്തി ഷൈത്വാനി, ഖുതുവാത്ത് കാലടികളെ. അപ്പോൾ ഖുതുവാത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമാണ്. അതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടണം. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. എങ്ങനെയാണ് നെസ്ബ് കൊടുക്കുക? അലിഫും താവും പദങ്ങളിൽ അവസാനിക്കുന്ന, അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങൾ, ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയും. അത്തരം പദങ്ങൾക്ക് കെസ്ർ കൊണ്ടാണ് നെസ്ബിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഖുതുവാത്തി അവസാനത്തിൽ കെസ്റിടാനുള്ള കാരണം നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജെറ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും അങ്ങനെ തന്നെയാണ് എഴുതുക. അപ്പോൾ ജെറിൻ്റെയും നെസ്ബിൻ്റെയും സന്ദർഭങ്ങളിൽ കെസ്ർ കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുക. അപ്പോൾ ലാ തത്തബിഉ എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ് ഖുതുവാത്ത്. അതുകൊണ്ടാണ് ഖുതുവാത്തി എന്ന് അവിടെ ആ രൂപത്തിൽ എഴുതിയത്. ഇനി ഖുതുവാത്തി ഷെയ്ത്വാൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഖുതുവാത്ത് എന്നുള്ളതിനെ ഷെയ്ത്വാൻ എന്നുള്ളതിലേക്ക് ചേർത്തു. മുലാഫിന് ലേഹി. ഖുതുവാത്ത് എന്നുള്ളത് മുലാഫാണ്, ഷെയ്ത്വാൻ എന്നുള്ളത് മുലാഫിന് ലേഹിയാണ്. മുലാഫിന് ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് ഷെയ്ത്വാനി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. വമൻ യത്തബിഉ, മൻ എന്നുള്ളത് ഷർത്തിൻ്റെ മന്നാണ്, നിബന്ധനയ്ക്ക് വേണ്ടിയുള്ള മന്നാണ്. അത്തരം മന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അതുകൊണ്ടാണ് യത്തബിഉ എന്നുള്ളതിനെ യത്തബിഅ എന്ന അവസാനത്തിൽ സുക്കൂൻ ഇട്ടത്. ജസ്മ് കൊടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സുക്കൂന് കൊണ്ടാണ് സൂചിപ്പിക്കുക. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. ഖുതുവാത്തി ഷെയ്ത്വാൻ, വീണ്ടും അത് ആവർത്തിച്ചു വന്നു. ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതുകൊണ്ടാണ് ഫഹ്ശാഇ അവസാനത്തിൽ കസ്റിടാനുള്ള കാരണം ബി വന്നതുകൊണ്ടാണ്. ബിൽ ഫഹ്ശാഇ. ഇനി വൽ മുൻകർ എന്ന് പറയുമ്പോൾ അത് അത്ഫിൻ്റെ വാവാണ്. മാത്രമല്ല ആ ബി എന്നുള്ളത് ഈ മുൻകറിലേക്കും കൂടെ ചേർന്നു. ബി എന്നുള്ളത് ഫഹ്ശായിനും മുൻകറിനും കൂടെ രണ്ടിനും കൂടെ ഉള്ള ബി ആണ്. അതുകൊണ്ട് ആ ഒരു ബി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫഹ്ശായിന് സംഭവിച്ചത്, അതുപോലെ തന്നെ മുൻകറിനും സംഭവിക്കും. ഫഹ്ശാ ഈ അവസാനത്തിൽ കസ്റിട്ടു, അതേപോലെ മുൻകരി അവിടെയും കസ്റിട്ടു. അപ്പോൾ മുൻകർ എന്നുള്ള വാക്കിന് അവസാനത്തിൽ കസ്ർ വരാനുള്ള കാരണം, അല്ലെങ്കിൽ അത് ജറ് കിട്ടാനുള്ള കാരണം ആ ബി വന്നതുകൊണ്ടാണ്. ബി മുൻകർ എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയിട്ടില്ലെങ്കിലും ആ ഫഹ്ശായിൻ്റെ മുമ്പിൽ എഴുതിയ ബി രണ്ടു പേർക്കും ബാധകമാണ്. അത് ബാധകമായതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആ വാവ് കൊടുത്തത്. വലൗല ഫദ്ലുല്ലാഹി, ഫദ്ലുല്ലാഹി എന്ന് പറയുമ്പോൾ ഫദ്ൽ എന്നുള്ളത് മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. അതുകൊണ്ടാണ് അള്ളാഹി അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ട് അഹദ് എന്നുള്ളതിന് ജറ് കിട്ടിയിട്ടുണ്ട്. അബദൻ വലാക്കിന്നല്ലാഹ, ഈ വലാക്കിന്ന എന്നുള്ള പദമൊക്കെ ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന ഈ പദങ്ങളെല്ലാം ഇന്നയുടെ സഹോദരിമാർ, ഇന്ന വ അഖ്വാത്ത് എന്ന് പറയുന്ന ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ലാക്കിന്ന വന്നു കഴിഞ്ഞാൽ ഇന്ന വരുന്ന പോലെ തന്നെയാണ്. ഇന്നല്ലാഹ എന്നല്ലേ പറയാം. ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് ഇന്നയുടെ ഇസ്മെന്ന് പറയും. അതേപോലെ ലാക്കിന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് ലാക്കിന്നയുടെ ഇസ്മെന്ന് പറയും. ഇവിടെ ലാക്കിന്നയുടെ ഇസ്മായിട്ട് വന്നത് അള്ളാഹു എന്നുള്ള പദമാണ്. അതുകൊണ്ട് ലാക്കിന്നല്ലാഹ എന്നാ പറയാ, ലാക്കിന്നല്ലാഹു എന്ന് പറയില്ല. യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. വല്ലാഹു സമീഉൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വാചകമാണ്. അള്ളാഹു എന്നുള്ളത് മുബ്തദ്, സമീഉൻ എന്നുള്ളത് ഖബർ. മുബ്തദിനും ഖബറിനും റഫ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹു സമീഉൻ രണ്ടും ഒരേപോലെ തന്നെ റഫ് ഉള്ള രൂപത്തിൽ എഴുതിയത്. ഇനി ആ സമീഉ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ്, ഇതിൻ്റെ സിഫത്താണ് അലീം എന്നുള്ളത്. അതുകൊണ്ട് സമീഉൻ എന്ന് എഴുതിയ പോലെ തന്നെ അലീമുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.